ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ സംസാരിക്കുന്നത് അവിടെ നിന്ന് എന്തിനു വേണ്ടിയാണോ വന്നത് അതിലെ ഒരു ദൗത്യ പൂർണ്ണതയെക്കുറിച്ചാണ്. അതായത് യേശുനാഥൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ല, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ തന്നെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ഞാൻ പിതാവിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ യേശുനാഥൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം യേശുനാഥൻ പ്രാർത്ഥിക്കാതെ തന്നെ പിതാവ് നമ്മളുമായി ഐക്യത്തിലേക്ക് കടന്നു വരും എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർണ്ണത എന്ന് ചിന്തിക്കുമ്പോൾ, ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത് കൂടെയാണ്. കാരണം കാലാകാലങ്ങളിൽ ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യൻ പാപം ചെയ്തും ദൈവത്തെ മറുതലിച്ചുമൊക്കെ ദൈവത്തെ മറന്നു തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തിന് തൊട്ട് മുൻപ് ഏതാണ്ട് 300ഓളം വർഷങ്ങൾ ദൈവവുമായി മനുഷ്യന് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ പ്രവചനങ്ങളില്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനില്ല. അപ്പം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അവർ ദൈവത്തെ മറന്നു എന്ന നിലയിൽ എത്തിയിരുന്ന ഒരു കാലഘട്ടം. പലതരത്തിലും നിയമങ്ങൾ വഴിയും എഴുതപ്പെടാത്തയും എഴുതിയതുമായ നിയമങ്ങൾ വഴിയും ദൈവത്തെ ദുർവ്യാഖ്യാനം ചെയ്തും ദൈവത്തെയൊക്കെ ഒത്തിരി മറന്നുപോയ അകന്നുപോയ ഒരു സമയം. ആ സമയത്താണ് ക്രിസ്തുനാഥൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നതോടുകൂടി അവിടെ നിന്ന് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം സ്നേഹമാണ് എന്നവിടുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം അപ്പനാണ് എന്നൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കി തന്ന് അവിടുത്തവുമായി നമ്മളെ ഒന്നിച്ച് ചേർക്കുക, അല്ലെങ്കിൽ അവിടുന്നുമായി ഒന്നായി ചേർക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ദൗത്യം. അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് യേശുനാഥൻ ഇന്ന് പറയുന്നത്. ഇനി ദൈവത്തോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് ക്രിസ്തുനാഥൻ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ദൈവവുമായി ഒന്നാകാൻ പോവുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ്. ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ക്രിസ്തു ദൈവമാണ് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് വിശ്വസിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ദൈവവുമായി നമ്മൾ ഒന്നായി തീരുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് ആഗതനായത്. ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരിക, ദൈവവുമായി നമ്മളെ ഒന്നായി ചേർക്കുക. അപ്പോൾ ആ ദൗത്യം പൂർണ്ണമാകേണ്ടതിന് നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ച വചനങ്ങൾ, ജീവിച്ച വചനങ്ങൾ, ആ ജീവിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഈ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പ്രധാനം. ക്രിസ്തു പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള മനുഷ്യരെയും സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ ഈ സ്നേഹത്തിലൂടെ ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവവുമായി സ്നേഹബന്ധത്തിലാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിനിടയിൽ ആരുടെ ആവശ്യമില്ലാതെ വരുന്നു. ഞാൻ എൻ്റെ ദൈവവുമായി ബന്ധപ്പെടുകയാണ് ഈ സ്നേഹം വഴി. ദൈവം എന്നെ തിരിച്ചു സ്നേഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരും. നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവും ദൈവമാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുക വഴി, ക്രിസ്തു പറയുന്നത് കേൾക്കുക വഴി പിതാവ് ദൈവവുമായി ഒന്നായി ചെയ്യണം. അങ്ങനെ നമ്മളും ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നായി മാറും ദൈവത്തിൽ. യേശുനാഥൻ പറഞ്ഞതുപോലെ പിതാവും ഞാനും നിങ്ങളിൽ ഒന്ന് വാസമുറപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ വചനങ്ങൾ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായി മാറും. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ അംഗമാകാൻ എൻ്റെ പ്രവർത്തികളെ ഞാൻ നന്മ ഉള്ളതാക്കി മാറ്റണം. ക്രിസ്തുവിൻ്റെ വചനാധിഷ്ഠിതമായ എൻ്റെ ജീവിതം മാറണം. അപ്പോൾ ഞാനും ഈ കൂട്ടായ്മയിൽ അംഗമായി മാറും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.